ഇന്നലെ പുലർച്ചെ വീട് വളഞ്ഞ് അതിനാടകീയമായി അറസ്റ്റ് ചെയ്ത് തുരങ്കലടച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. രാഹുലിന്റെ ആർജവക്കുറവ് കൊണ്ടോ അതിനാടകീയവും അസാധാരണവുമായ നീക്കങ്ങൾ ഇന്നലെ കേരള പോലീസ് നടത്തിയത്. പ്രശ്നം രാഹുലിനോട് മാത്രമല്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് ബാക്കി അറസ്റ്റ് ഉണ്ടാകുന്നില്ല? അധ്യക്ഷനായി പ്രതിഷേധിക്കുന്നവരെ എങ്ങനെ നേരിടും പോലീസ്? കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ എന്ത്? പോലീസിന്റെ ചെയ്തി ന്യായീകരിക്കപ്പെടുന്നത് എങ്ങനെ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആദ്യം റിപ്പോർട്ടർമാരുടെ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് റിപ്പോർട്ടർമാരുടെ തത്സമയ വിവരങ്ങളുമായി ഞങ്ങൾ റിപ്പോർട്ടർമാർ ചേരും. അതിനു മുൻപ് അതിഥികളായി നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ RV രാജേഷിനുണ്ട് കോൺഗ്രസിൽ നിന്നും, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടതു നിരീക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ ബൽദേവിലേക്ക് പോവുകയാണ്. ശ്രീ ബൽദേവ്, നോക്കൂ, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സമരം ചെയ്യുകയാണെങ്കിൽ ജയിലിൽ കിടക്കാനുള്ള ആർജവം വേണം എന്തരത്തിലുള്ള ഉൾപ്പെടെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആർജവം ഇല്ലാത്തത് കൊണ്ടാണോ ഇന്നലെ ഇത്രയും അതിനാടകീയമായി നമ്മൾ കാണാത്ത തരത്തിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭീകരവാദിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തരത്തിലുള്ള ഒരു നാടകം എന്ന് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിൽ ആ തരത്തിൽ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്? രാഹുലിന് ആർജവം പോരാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു നീക്കം നടത്തിയത്? ഭീകരവാദി അറസ്റ്റ് ചെയ്തപോലൊന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. രാവിലെ 5 മണി കഴിഞ്ഞാണ് അവിടെ ചെന്ന് അദ്ദേഹത്തിനെ വിളിച്ചുണർത്തി അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് അദ്ദേഹം ഡ്രസ്സും ഒക്കെ ചെയ്ത് ചിരിച്ചു സന്തോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീപ്പിൽ വന്ന കയറി. ഭീകരവാദികളൊന്നും അങ്ങനെയല്ല അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ എന്താ പ്രശ്നം? അദ്ദേഹത്തിനെതിരെ നിലവിൽ 3 കേസുകളുണ്ട്. ഇതിനകത്തെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസസ്, PDPP ഉൾപ്പെടെയുള്ള ഒഫൻസ് ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ 332, 350 തുടങ്ങിയ ഒഫൻസ് ഉണ്ട്. ഇതെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസാണ്. ജനാധിപത്യപരമായ രീതിയിൽ ആർക്കും സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നും ഞാൻ നിഷേധിക്കുന്നില്ല. മറിച്ച് ആ സമരങ്ങൾ അക്രമാസക്തമാകുമ്പോഴോ പൊതുമുതൽ നശിപ്പിക്കുമ്പോഴോ പോലീസ് കൈകെട്ടി നോക്കി നിൽക്കല, പോലീസ് കേസെടുക്കും. ആരും നിയമത്തിനൊന്നും അതീതരല്ല. കേസെടുക്കുമ്പോൾ ഇത് ഡിസംബർ മാസം 20-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പൊ നോൺ ബെയിലബിൾ ഒഫൻസിൽ എപ്പോൾ വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കേസുണ്ടെങ്കിൽ പോലീസ് അറിയിക്കണമെന്നില്ല. അദ്ദേഹത്തിന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം. പോലീസ് അറിയിച്ചില്ല എന്ന് പറയുന്ന ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്നാണ്. അദ്ദേഹം തീർച്ചയായിട്ടും കേസുകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെടാം. അപ്പോൾ ഒളിഞ്ഞുമാറി നടന്നു. അപ്പൊ അത്രക്കാർ പറയുന്നത് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഇന്ന് കൊല്ലത്തുണ്ടായിരുന്നു, മടങ്ങിയെത്താൻ ഇപ്പോൾ ഷാഫി പറമ്പിൽ നമുക്ക് ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി എടുക്കുകയാണ്. അദ്ദേഹം സമരത്തിലാണുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിൽ, നിങ്ങൾ ഇനി എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ആർജവം പോരെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആർജവത്തോടെ എങ്ങനെ മുന്നോട്ട് പോകും? അദ്ദേഹം ഞങ്ങൾക്ക് ആർജവം പോരാന്ന് പറഞ്ഞ ശേഷം തിരിച്ച് AKG സെന്ററിൽ ചെന്നിരുന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ സമരം നടത്താനാണ് 8 മണിക്ക് വരുന്ന ഗവർണറെ 4 മണിക്ക് തടയാൻ പോയ SFIക്കാരുടെ സമരം ഒന്ന് കണ്ടിട്ട് അവിടുത്തെ പോലീസിന്റെ താരാട്ടുപാട്ടും ഓമനിക്കലും താലോലിക്കലും ഒക്കെ ഒന്ന് കണ്ട ശേഷം അവിടുത്തെ പെൺകുട്ടികളോട് കരയല്ല മോളെ എന്ന് പറഞ്ഞ് തോളി കൈയിട്ട് പിന്നെ പോലീസുകാർ കൊണ്ടുവന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നിട്ടൊന്ന് വിലയിരുത്തിയിട്ട് ആരുടെ സമരത്തിലാണ് ആർജവം പോരാത്തതെന്നൊന്ന് പരിശോധിക്കുക. ഗോവിന്ദമാഷ് ഞങ്ങളെ ആർജവം പഠിപ്പിക്കേണ്ട. കണ്ണൂർ ജില്ലയിൽ എത്തിയ നവകുണ്ട സദസ്സിന്റെ അപ്പത്തൊട്ട് തുടങ്ങിയ അക്രമം ഉണ്ടായിട്ടും തിരുവനന്തപുരം ജില്ല വരെ അവസാനത്തെ ദിവസം കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോയ 2 ചടങ്ങിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരയാൻ വേണ്ടി വന്നിട്ടും തലയടിച്ചു പൊട്ടിച്ച്, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ച്, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അത് ജീവൻ രക്ഷാ ദൗത്യമാണെന്നും തുടരണമെന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് ആഹ്വാനം ചെയ്തിട്ടും ഞങ്ങളുടെ സമരങ്ങൾ അവസാനിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം നടന്ന സമരങ്ങൾ, അത് കഴിഞ്ഞ് DCC ഓഫീസിന്റെ മുമ്പിൽ വന്ന് അറസ്റ്റ് ചെയ്യാനും ഉള്ളിൽ കയറാൻ ശ്രമിച്ചതിന് പ്രതിരോധിച്ച് നടത്തിയ സമരങ്ങൾ, അതിന് ശേഷം എറണാകുളത്ത് നടത്തിയ സമരങ്ങൾ, ഇന്ന് നടത്തിയ ഉൾപ്പെടെയുള്ള സമരങ്ങൾ. അപ്പൊ ഞങ്ങളെ സമരാർജവം പഠിപ്പിക്കുന്ന ഗോവിന്ദമാഷും അദ്ദേഹത്തിന്റെ ഭക്തരും ആദ്യം മനസ്സിലാക്കേണ്ടത് SFIയും DYFI ഒക്കെ നടത്തുന്ന പോലെ പോലീസിന്റെ താലോലിക്കൽ കണ്ടിട്ട് സമരം ചെയ്യുന്നവരല്ല. പിന്നെ ഞങ്ങളെ സമരത്തിന് ആർജവമില്ലാത്തതുകൊണ്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ 36ഓളം പേരെ നിങ്ങൾ 18 ദിവസം തടവറയിലിട്ടത്, ജയിലിടേണ്ടി വന്നത്? ഞങ്ങളുടെ സമരത്തിന് ആർജവമില്ലാത്തതിന്റെ പുറത്താണോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിങ്ങൾ വല്ല തീവ്രവാദികളെയും കൊള്ളക്കാരെയും കൊലപാതകളെയൊക്കെ പിടിക്കുന്ന പോലെ പുലർച്ചെ 5:30 മണിക്ക് വീട് വളഞ്ഞു വന്ന് പിടിച്ചത്? ഇന്ന് കണ്ടല്ലോ ഒരു ജോസഫ് മാഷിന്റെ കൈവെട്ടി ഒരു കൊടും ക്രിമിനലിനെ പോലീസ് വീട് വളഞ്ഞിട്ടാണ് പിടിക്കുന്നത്. അതുപോലെയാണ് ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ പിടിക്കുന്നത്. പിന്നെ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന ന്യായം അത് തന്നെ ഞങ്ങളും തിരിച്ചും ചോദിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. ഇത്രയും ദിവസം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടായിരുന്നല്ലോ. കൊല്ലത്ത് പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നല്ലോ. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയല്ലോ. ഈ തിരുവനന്തപുരത്തിന് എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നല്ലോ.
അപ്പോഴൊന്നും പിടിക്കാതെ 5:30 മണിക്ക് വീട് വളഞ്ഞിട്ട് വാതിൽ കൊട്ടി ജനൽ കൊട്ടി മര്യാദക്ക് ബെല്ല് പോലും അടിക്കാതെ വാതിലും ജനലും കൊട്ടിയിട്ട് വീട്ടുകാർ തുറന്നു വരുമ്പോൾ വയസ്സായ അമ്മ തുറന്നു വരുമ്പോൾ അവരെ ഭയപ്പെടുത്തി ഉള്ളിൽ കയറിയിട്ട് ബെഡ്റൂമിന്റെ വാതിലിൽ പിന്നെ കൊട്ടിയിട്ടൊക്കെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നാടകമൊന്നും അതൊന്നും അറസ്റ്റും നിയമവും നടപടിയൊന്നും അല്ല. അതൊക്കെ വെന്റേറ്റയാണ്, പകയാണ്, വിരോധമാണ്, വ്യക്തിവൈരാഗ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് സംവിധാനം ആ നവഗുണ്ടാ സദസ്സിനെ എക്സ്പോസ് ചെയ്ത് നടത്തിയ സമരങ്ങളുടെ പേരിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനുള്ള സമരങ്ങളുടെ പേരിലൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയാണ് നേരിട്ട് അവിടെ ചെലവാകുന്നത്. നിങ്ങൾ കണ്ടതല്ലേ ഈ ആർജവും പോരാന്നൊക്കെ ഉപദേശിക്കുന്നവരുടെ പോലീസ് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റിലായ ശേഷം മാധ്യമങ്ങളോട് മര്യാദക്ക് ഒരു വാക്ക് പറയാതിരിക്കാൻ അവർ കാണിച്ചൊരു അവരുടെ ഒരു തത്രപ്പാട് എത്രയായിരുന്നു. CI ഷാഫി എന്ന് പറയുന്ന ഒരുത്തം കാണിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ ടെലികാസ്റ്റ് ചെയ്താണല്ലോ. അത് ആർജവം പോരാഞ്ഞിട്ടാണോ? അപ്പം ഗോവിന്ദമാഷ് ഞങ്ങളെ ആർജവം പഠിപ്പിക്കണം. താങ്കൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്. നിങ്ങളെയൊക്കെ പിടിക്കാൻ പോലീസ് എന്തെങ്കിലും ആർജവം കാട്ടുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു പോലീസിനോട്, രാഹുൽ 4ാം പ്രതിയാണല്ലോ, ഞാൻ 2ാം പ്രതിയാ, അന്ന് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങളൊക്കെ അറസ്റ്റ് വരിക്കാൻ ഒരു കേസ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങൾ ആരും അറസ്റ്റ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നത് പിന്നെ പോവാതിരിക്കാനോ ഉള്ള ജാഗ്രത കാണിച്ചു നടക്കുന്നവരൊന്നല്ല. ഞങ്ങളൊക്കെ ഡേ ലൈറ്റിൽ ഇവിടെ ഉണ്ട്, ഒളിച്ചു മുങ്ങി നടക്കുന്നവരല്ല, പിടികിട്ടാപ്പുള്ളികളല്ല, കണ്ണിന്റെ മുമ്പിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നിങ്ങൾ പ്രതി ചേർത്ത ഇപ്പൊ അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് KPCC നടത്തിയ മാർച്ചിൽ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ഗോവിന്ദമാഷ് ഞങ്ങളെ ആർജവം പഠിപ്പിക്കണ്ട, SFIക്കാരെ പഠിപ്പിച്ചാൽ മതി, DYFIക്കാരെ പഠിപ്പിച്ചാൽ മതി, ഞങ്ങളെ ആർജവം പഠിപ്പിക്കേണ്ട ഗോവിന്ദമാഷ്. ശരി, ശ്രീ ഷാഫി പറമ്പിലാണ് പ്രതികരിച്ചത്. ഞാൻ ശ്രീ ബൽദേവ് ഇതിനു കൂടിയുള്ള മറുപടി പറയണം. ആർജവത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഷാഫി പറമ്പിൽ കേസിലെ 2ാം പ്രതിയാണ് ഷാഫി പറമ്പിൽ. ഇന്നും അദ്ദേഹം സെക്രട്ടറിയുടെ മുമ്പിൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ 4ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഈ ആർജവം എന്തുകൊണ്ട് കേരള പോലീസിന് ഷാഫി ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്യാനില്ല? പോലീസിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഒരു നേതാവ് എന്നു പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും അല്ലല്ലോ പോലീസിന് അതിന്റെ നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ DGP രീതിയിലല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ കേസിലെ പ്രതിയാണ്, അതാണ് ചോദിക്കുന്നത്. അദ്ദേഹം കേസിലെ പ്രതിയാണല്ലോ, 2ാം പ്രതിയാണ്, രാഹുൽ 4ാം പ്രതിയാണ്. തീർച്ചയായിട്ടും അന്ന് ഈ BD സതീശൻ 1ാം പ്രതിയും വിൻസെന്റ് 3ാം പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസുകാരെ ആരെ അറസ്റ്റ് ചെയ്യണം, സമരത്തെ എങ്ങനെ നേരിടണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് പോലീസാണ്. അപ്പൊ പോലീസിന്റെ തീരുമാനം അനുസരിച്ചാണ് അവർ 4ാം പ്രതി. ഇതിനകത്ത് വേറെ കുറെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമൊന്നും ഒരു വെല്ലുവിളിയൊന്നുമല്ല. പോലീസിന് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യും. ഇതിനേക്കാൾ എത്രയും വലിയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുധാകരനെ വിളിച്ചു വരുത്തി ചോദിച്ചില്ലേ KPCC പ്രസിഡന്റ് എന്താണ് പോലീസ് ആർജവം കാണിച്ചത്? ശ്രീ ബൽദേവ്, അതായത് വെല്ലുവിളി എന്നൊന്നും നമ്മൾ അതിനെ കാണുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? രാഹുൽ കേസിലെ 4ാം പ്രതിയാണ്, ഷാഫി പറമ്പിൽ 2ാം പ്രതിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. VD സതീശൻ 1ാം പ്രതിയാണ്. അവർക്ക് അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവരെ കൺമുൻപിൽ കാണുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല? കേസിലെ ആദ്യ പ്രതി ഇവരാണല്ലോ. രീതി ഉണ്ടെന്ന് പറയുന്നു, അത് എന്ത് രീതിയാണ്? അങ്ങനെ അറസ്റ്റ് നാടകീയമായിട്ട് പുലർച്ചെ രാഹുലിന്റെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു, അസാധാരണമായ നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം എന്താണ്? എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ തുടങ്ങി മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ഒരു സാഹചര്യം ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ളതിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പരാജയമാണ്. അവർക്ക് എങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരമാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നറിയില്ല. മുഖ്യമന്ത്രി വരുന്ന വണ്ടിയുടെ മുന്നിൽ എടുത്തു ചാടുകയും അതിനകത്ത് ഷൂ വലിച്ചെറി എങ്ങനെ ഒന്നോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളല്ലാതെ ശക്തമായ സമരമാർഗങ്ങളൊന്നും അവർക്കറിയില്ല. ആ ആർജവമില്ലെന്നാണ് ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സമരമാർഗങ്ങൾ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ ഒരു സമരമായിട്ട് ഇറങ്ങിയാൽ ആ ശക്തമായ സമരത്തിന്റെ അന്ത്യം കാണുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോകും. കോൺഗ്രസ് അങ്ങനെങ്കിലും വല്ലതും ഉണ്ടോ? ആട് പച്ചിലേക്ക് അടിക്കുന്നത് പോലെ ഇന്ന് ഇവിടെ വന്നൊരു സമരം ചെയ്തു, നാളെ മറ്റൊരു സമരം ചെയ്തു, 3ാമത്തെ ദിവസം മൂന്നാമതൊരു സമരം ചെയ്തു. ഈ സമരങ്ങളെല്ലാം ദയനീയമായിട്ട് കോൺഗ്രസിന്റെ സമരങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളൊരു സമരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ ആ സമരത്തിന്റെ ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടേ മാറും. അതാണ് ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത്. അല്ല ഒരു VD സതീശനെ അറസ്റ്റ് ചെയ്യാനോ ഷാഫി പറമ്പിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. VD സതീശനോട് ചോദിച്ചു നോക്കും, ഏത് സമരം VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഈ ഗവൺമെന്റിനെതിരെ കഴിഞ്ഞ 8 വർഷം 9 കഴിഞ്ഞല്ലോ, ഈ 8 വർഷമായിട്ട് ഏത് സമരത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സമരം എടുത്ത് ഈ പ്രതിപക്ഷ നേതാവിന് പറയാവോ? ഈ ഗവൺമെന്റ് അല്ലെ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ പറയാവോ? ഇന്ന സമരം ഞങ്ങൾ ചെയ്തു, ഈ ഗവൺമെന്റ് നയം ഞങ്ങൾ തിരുത്തി, ഗവൺമെന്റ്
ഗവൺമെന്റ് നിരന്തരം സമരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് ഒരു പക്ഷേ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശ്രീ പി സി വിഷ്ണുനാഥ് നമുക്ക് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ശ്രീ പി സി വിഷ്ണുനാഥ്, ഇവിടെ CPM ഇടതു നിരീക്ഷകനായിട്ടുള്ള ശ്രീ ബൽദേവ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം, ഒന്ന് ആർജവം എന്ന് സൂചിപ്പിച്ചത് DYFIയോ SFI ഒക്കെ നടത്തുന്ന തരത്തിലുള്ള ആർജവത്തോടെയുള്ള സമരം ഉണ്ടാകുന്നില്ല, തുടർ സമരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും, ഏതെങ്കിലും സമരം ഈ കാലഘട്ടത്തിൽ, ഈ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തുടർച്ചയായി ആ വിഷയം തന്നെ ഉന്നയിച്ചൊരു സമരം നടത്താൻ സാധിച്ചിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിനും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ സർക്കാരിന്റെ ഏറ്റവും ഒടുവിൽ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ എല്ലാ തരത്തിലും ദുരിതമാക്കുന്ന നയങ്ങൾ സ്വീകരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമാണ്. പൊതുവിതരണ സംവിധാനത്തെ മെച്ചപ്പെടുത്താനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. KSRTC പോലെ സാമ്പത്തികം മാറുകയാണ്. സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ വേണ്ടി 2 രൂപയാണ്. 2 രൂപ ചെക്ക് പിരിച്ചിട്ടും 4-5 മാസം കുടിശ്ശികയാണ്. ഇങ്ങനെയൊക്കെ കർഷകരെ, ഈ മുഖ്യമന്ത്രിയുടെ നേരത്തെ പറഞ്ഞല്ലോ, നവഗുണ്ട സദസ് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയിൽ കണ്ണൂരടക്കം 3 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അധ്യാപകര്, പ്രഥമാധ്യാപകര് പറയുകയാണ്, എക്സാമിന്റെ ചുമതലയിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാലും ബ്രെഡും നിർത്തിവെക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു. പോലീസ് വാഹനങ്ങൾക്ക് ഡീസൽ കൊടുക്കത്തില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഡീസൽ കൊടുക്കത്തില്ല. പോലീസിന്റെ അന്വേഷണത്തായിരിക്കും സ്ഥിതി. ഡീസൽ കുടിക്കുകയാണ് പെട്രോൾ പമ്പുകളിൽ. അത് കാരണം ഇനി മുതൽ കൊടുക്കില്ല. കരാറുകാർ 15,000 കോടി കുടിശ്ശികയായി, ഇനി അവർ പണിയെടുക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടാണ് നവഗുണ്ട സദസ് തുടങ്ങിയ കാസർഗോഡ് ജില്ല മുതൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ആ സമരം ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ അർത്ഥം അത് തുടർ സമരമാണെന്നാണ്. അല്ലാതെ എന്നാ പിന്നെ എങ്ങനെയാണ് ഇതിനെ വ്യക്തമാക്കി തരേണ്ടത്? ശരി, ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? എന്താണ് ഇനിയിപ്പോഴുള്ള പ്രതിഷേധങ്ങൾ എങ്ങനെയാണ്? അതെ, പിന്നെ ഒരു വിഷയത്തിൽ നിന്നും വേറൊരു വിഷയത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്യാമറയുടെ അഴിമതി ഡിസ്കസ് ചെയ്ത് തീരുന്നതിന് മുമ്പ് K-ഫോണിന്റെ അഴിമതി പുറത്തു വരുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? K-ഫോണിന്റെ അഴിമതിയുടെ സമരം തുടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ കോവിഡ് കാലത്തെ കൊള്ളയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ ദിവസവും പുറത്തു വരികയാണ്. അപ്പൊ അതെല്ലാം ആ വിഷയങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം ജയിലിൽ അടച്ചാൽ സമരം തീർന്നോ? ഇന്നെവിടെ സമരം ഉണ്ടായില്ലേ? ഇന്നും സമരം ഉണ്ടായല്ലോ, ഇന്നലെ സമരം ഉണ്ടായല്ലോ, നാളെ ഉണ്ടാവുമല്ലോ. അപ്പൊ സമരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഈ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടാലൊന്നും സമരം അവസാനിക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. എനിക്കിപ്പോൾ ഉള്ള തത്സമയ വിവരങ്ങൾ കൂടി വേണ്ടതുണ്ട്. അനന്തകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നത്? വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള സമരങ്ങളുണ്ട്. എങ്ങനെയാണ് നിലവിലത്തെ വിവരങ്ങൾ? അക്ഷയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം, അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KPCCയുടെയും തീരുമാനം. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആൾബലം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കുറവായിരുന്നെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുകയും ചെയ്തു. പോലീസുമായി വാക്കേറ്റമൊക്കെ ഉണ്ടായെങ്കിലും പോലീസും പ്രവർത്തകരും സംയമനം പാലിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് ആ സെക്രട്ടേറിയറ്റ് മാർച്ച് പോയിട്ടില്ല. ഇന്ന് KPCC യോഗമുണ്ടായിരുന്നു, ഇന്ന് UDF യോഗമുണ്ടായിരുന്നു. UDF യോഗത്തിൽ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ കേരളത്തിന് മുന്നിൽ ഉന്നയിക്കാനാണ് UDFിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സമരം സംഘടിപ്പിക്കും വരും ദിവസങ്ങളിൽ. അതിനൊപ്പം തന്നെ നാളെ KPCCയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലം മുതൽ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് KPCCയും ഒപ്പം തന്നെ UDFും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് UDYFിൻ്റെ യോഗം,
അതായത് ഈ UDF-ലെ ഘടകകക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ ഒരു യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൂടി എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച്. ഏതായാലും ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നില്ല? നമ്മുടെ നേരത്തെ ഇടതു നിരീക്ഷണമായിട്ടുള്ള അതിഥി ശ്രീ ബൽദേവൊക്കെ സൂചിപ്പിച്ച പോലീസിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, ആ രീതിക്ക് അനുസരിച്ച് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. VD സതീശൻ, ഷാഫി പറമ്പിൽ, PJ വിൻസെന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഇതിലെ കേസിലെ പ്രതികളായിട്ടുള്ള മുഖ്യപ്രതികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നീക്കം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ നടക്കുന്ന അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അനന്തൻ? ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും അതിൽ പൊതു മുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് അന്ന് കേസെടുത്തിരിക്കുന്നത്. ആ മാർച്ച് വലിയ പ്രകോപനമാവുകയും അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. അതിൽ പോലീസ് അതിനെ ഒരു ഗൗരവ സ്വഭാവത്തോടെയാണ് അന്ന് തന്നെ കണ്ടത്. കാരണം പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള അതിക്രമം ഉണ്ടായി, പോലീസിന് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനായിരുന്നു പോലീസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഇതിൽ 4ാം പ്രതിയാണ്. അതുവഴി ഒരു സന്ദേശം, അതായത് ഈ രീതിയിൽ പോലീസിനെതിരെ വലിയ തോതിലുള്ള അതിക്രമങ്ങളിലേക്ക് പോയാൽ അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള സന്ദേശം നൽകുക കൂടി പോലീസ് അതിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ മറ്റു പ്രതിസ്ഥാനത്തുള്ളവർ ജനപ്രതിനിധികളാണ്, MLA-മാരാണ്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അറസ്റ്റിലേക്ക് പോകണമെങ്കിൽ സാങ്കേതികമായ ഒട്ടനവധി നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട്. അതിന് മുൻകൂർ അനുമതി അടക്കം വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയല്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ഒരു സന്ദേശം നൽകുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു സൂചന നൽകുക എന്നുള്ള ഒരു ദൗത്യമാണ് പോലീസ് നടപ്പാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ, അതായത് അന്ന് ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഒഴിച്ചുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ഒക്കെ അറസ്റ്റിലാകും എന്നുള്ള സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. ശരി അനന്തൻ. ശ്രീ ബൽദേവ്, ഞാൻ മറ്റൊരു കാര്യം കൂടി ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള പ്രചാരം, വലിയ രീതിയിലുള്ള കവറേജ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നു എന്നുള്ള കാര്യം. രാഹുലിന് ആരാണ് ഈ കവറേജ് ഒരുക്കി കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആരാണ് രാഹുലിന് ഇത്ര ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത് പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? ഒരു ക്രിമിനൽ കേസിൽ 3 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന ഒരാള്, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ, ഏത് സ്ഥാനത്തിരുന്നാലും പോലീസിന് അറസ്റ്റ് ചെയ്യാം, പോലീസ് അത് കോടതിയിൽ ഹാജരാക്കി പിന്നെ റിമാൻഡ് ചെയ്ത കാര്യം പറഞ്ഞു. അത് പോലീസ് അല്ല ചെയ്യുന്നത്, അത് പ്രോസിക്യൂഷനും കോടതിയുമാണ് സ്വീകരിക്കുന്നത്. ഗവൺമെന്റ് വേണ്ടി അപ്പിയർ ചെയ്യുന്ന പ്രോസിക്യൂട്ടറും കോടതിയും അത് പരിശോധിച്ച് ആ പ്രതി റിമാൻഡ് ചെയ്യും. അപ്പോൾ അതിന് പത്രങ്ങൾ ഇത്ര കണ്ട് കൊണ്ടാഘോഷിക്കേണ്ട കാര്യം എന്തുവാണ്? ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ PDP ഉൾപ്പെടെയുള്ള പോലീസിനെ ഉപദ്രവിച്ച ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. അങ്ങനെയുള്ളവരെ അറസ്റ്റ് മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന് മുമ്പിലേക്ക് ഒരു വലിയ പോലീസ് സംഘം എത്തുന്നു. പിന്നീട് നടക്കുന്നതൊക്കെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയും തത്സമയം അത് കവറേജ് ചെയ്യുകയും ചെയ്യുകയില്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ, അതിന് വിരോധമൊന്നുമില്ല. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലീസ് എന്തോ നീചമായ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളിലും വന്ന വാർത്ത, എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത. അതാണ് പറയുന്നത്, ഇടതുപക്ഷത്തിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു ഗൂഢാലോചന ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ? ഇപ്പൊ തന്നെ എന്താ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന്. കോടതിയിൽ നിൽക്കുന്ന കേസാണ്. കോടതിയിൽ നിൽക്കുന്ന കേസിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നിയമപരമായാണ് നേരിടുന്നത്, രാഷ്ട്രീയപരമായിട്ടല്ല. രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ നേരിടാൻ കോടതി കൈകാര്യം ചെയ്യാൻ പറ്റൂ? രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഒരു മാർഗം മാത്രമായിരുന്നു കേരള പോലീസിന് മുൻപിലുള്ളൂ എന്നുള്ളതാണ്. അതായത് രാഹുലിനെ അല്ലാതെയൊക്കെ അറസ്റ്റ് ചെയ്യാമല്ലോ. ഇത്രയും വലിയ രീതിയിൽ ഒരു കവറേജ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇത്രയും ഒരു മറ്റെന്തോ വലിയ ഒരാളെ പിടികൂടാൻ പോകുന്ന തരത്തിലുള്ള ഈ നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തിനാണ്? അതാണല്ലോ വിമർശിക്കപ്പെടുന്നത്. ഇല്ല, ഇതിനകത്ത് വിമർശിക്കാനൊന്നുമില്ല. വളരെ സമാധാനപരമായിട്ട് അദ്ദേഹത്തിന് ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ലഹള ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് വളരെ രാവിലെ 5 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് വളരെ സമാധാനപരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അല്ലാതെ അദ്ദേഹത്തെ വലിച്ചടിച്ചോണ്ട് പോവുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. രാവിലെ 5 മണിക്ക് എന്ന് സമാധാനപരമായി അദ്ദേഹത്തെ വിളിച്ചുണർത്തി, അദ്ദേഹം വസ്ത്രമൊക്കെ മാറി നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നുപോയി. അങ്ങനെയല്ലല്ലോ സാധാരണ ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള സമയമൊന്നും പോലീസ് കൊടുക്കാറുമില്ല. ഇതെല്ലാം മാന്യതയും നൽകി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൃത്യസമയത്തുള്ള കോടതിയിൽ ഹാജരാക്കി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഇപ്പൊ നിയമപരമായ നടപടികളെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പർവ്വതീകരിച്ച് ഏതാണ്ട് വലിയ അപരാധം പോലീസ് ചെയ്തു അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്തു എന്നുള്ള നിലയിൽ
ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇന്നലെ മുതൽ കൊണ്ടാടുന്നു. ഇന്നലെ ആരാണ് ഈ പർവ്വതീകരിച്ചത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തെ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ഈ കാഴ്ചകളൊക്കെ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ, നിലവിൽ ഇപ്പോൾ തത്സമയം എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അത് എത്തുമല്ലോ. പിന്നെ ആരാണ് ഇവിടെ പർവ്വതീകരിക്കാൻ തുടക്കമിടുന്ന ആരാണെന്നുള്ളതാണ്? അത് കേരള പോലീസ് തന്നെയല്ലേ? അല്ലല്ല, കേരള പോലീസ് അവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് മാധ്യമങ്ങളെ പിന്നീട് അവിടെ ചെല്ലുകയല്ലേ, അല്ലെ? മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ കണ്ടോ ഞങ്ങൾ ഈ പ്രതി അറസ്റ്റ്, ഏതെങ്കിലും മാധ്യമങ്ങൾ കേരള പോലീസ് വിളിച്ചു? ഒരു പോലീസും വിളിച്ചില്ല. അവർക്ക് വാർത്താ മാധ്യമങ്ങളെ വേണ്ട. നിങ്ങൾ അവിടെ ചെന്നു, ഇത് അറിഞ്ഞു കഴിഞ്ഞു, അവിടെ ചെന്നു ആ വാർത്ത പർവ്വതീകരിച്ചു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാനായിട്ട് എല്ലാ മാധ്യമങ്ങളും, അത് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ അതിപ്പോ നമുക്ക് ആർ വി രാജേഷ് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം തന്നെ അതിനുള്ള മറുപടി പറയട്ടെ. ശ്രീ ആർ വി രാജേഷ്, ഇതൊക്കെ പർവ്വതീകരിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ഇന്നലെ ഉണ്ടായ നടപടികളും? അതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയുമാണോ ചെയ്യുന്നത്? തീർത്തും മാന്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോട് കേരള പോലീസ് നടത്തിയത്? തീർച്ചയായും അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. ഇവിടെ ഒരു സമരങ്ങളെ അത് രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയുള്ള ആർജവമില്ലാത്ത ഒരു ഗവൺമെന്റ്, ഒരു പാർട്ടിയുമാണ് ഈ രീതിയിലുള്ള അറസ്റ്റ് കൊണ്ടും ജയിൽ കൊണ്ടും ഭീഷണി കൊണ്ടും ഒക്കെ ഈ സമരത്തെ നേരിടാൻ ശ്രമിക്കുന്നത്. ഇവിടെ മാന്യമായി സമരം നടത്താനുള്ള അധികാരമുണ്ട്. ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനാധിപത്യത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടില്ലേ? ആദ്യമായിട്ടാണോ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നത്? ഇവിടെ നവകേരള സദസ്സ് നടന്നു. ആ നവകേരള സദസ്സിന്റെ ഭാഗമായി അന്ന് പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചും കൊണ്ട് ഈ നവകേരള സദസ്സിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വീതിയിലുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐക്കാരും നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിസംബർ 20 സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. ആ മാർച്ചിന് നേരെ പോലീസാണ് അതിക്രമം കാണിച്ചിട്ടുള്ളത്. ഒരു സംശയവുമില്ല. പോലീസ് ആ മാർച്ചിന് നേരെ നടത്തിയ അതിക്രമം, അതിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം, ആ പ്രതിഷേധത്തിൽ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതായി നമുക്ക് എല്ലാ മാധ്യമങ്ങളിലും മാറ്റേണ്ടി വരും. കാരണം അന്ന് ആ മാർച്ചിന് നേരെ നമ്മൾ ആ തത്സമയ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ മാർച്ചിൽ പോലീസിനെ കൊണ്ട് എത്രമാത്രം പറ്റുമോ അത്രമാത്രം പ്രകോപിതരാകാതിരിക്കാൻ പോലീസ് തന്നെ ഒരു ശ്രമം നടത്തുകയും ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പട്ടിയെ കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ എറിയുകയും ഒക്കെ ചെയ്യുകയും അടിക്കുകയും ഒക്കെ ചെയ്തതും ഷീൽഡ് അടിച്ചു തകർക്കുകയും ചെയ്തൊക്കെ തത്സമയം ഇവിടുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പോലീസ് തീർത്തും സംയമനം പാലിച്ചു തന്നെയായിരുന്നു ആ മാർച്ചിൽ ഉണ്ടായിരുന്നത്. അവിടെ ആ മാർച്ചിലൂടെ യൂത്ത് കോൺഗ്രസ് വലിയ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആ മാർച്ച് എന്നതിൽ അങ്ങേക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുപ്പക്കാരെ അതിക്രൂരമായി ആക്രമിക്കുകയും പോലീസിനെ ഉപയോഗിച്ച് ആക്രമിക്കുകയും ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരായുള്ളൊരു സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാകും. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശം യൂത്ത് കോൺഗ്രസിന് ഉണ്ടെന്നേ. ആ അവകാശമാണ് യൂത്ത് കോൺഗ്രസ് വിനിയോഗിച്ചത്. ആ അവകാശം വിനിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ ആ പോലീസിന്റെ നടപടി ഇപ്പോ ഇത് പറഞ്ഞല്ലോ, രീതിയിലുള്ള പ്രതിഷേധമാണോ, ഒരു സ്വാഭാവിക പ്രതിഷേധമാണോ ഇത്? ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും തല്ലിച്ചതച്ചിട്ടില്ല. എവിടെയാണ് തല്ലിച്ചതച്ചത്? തെറ്റായ കാര്യങ്ങളാണ്. ഏത് വനിതകളെയാണ് ആക്രമിച്ചത്? ഒരു വനിതകളെ ആക്രമിച്ചില്ലല്ലോ. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്. ആ മാർച്ചിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? കേരളത്തിലെ PCCയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ശശി തരൂർ അടക്കമുള്ള മുഴുവൻ MPമാർ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, AICC നേതാക്കന്മാർ, ഇവരെല്ലാം പങ്കെടുത്ത ഒരു മാർച്ചിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ ഷെല്ലുകൾ വർഷിച്ചത് നമ്മൾ കണ്ടതല്ലേ? ടിയർ ഗ്യാസ് ഷെല്ലുകൾ, അതല്ലെങ്കിൽ കണ്ണീർവാതം, ഇതിങ്ങനെ ഷെല്ലുകൾ കൊണ്ട് ആ മാർച്ചിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യാതൊരു പ്രകോപനവും അവിടെ ഉണ്ടായിട്ടില്ല. ഈ നേതാക്കന്മാർ മുഴുവൻ വേദിയിലുള്ളപ്പോഴാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ഭയപ്പെടുത്തലിന്റെ അന്തരീക്ഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന് നേരെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ള ഒരു വലിയ ജാഗ്രത കണ്ടിട്ടില്ലേ? മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുമ്പോൾ തല താഴ്ത്തിപ്പിടിക്കുന്നു, അദ്ദേഹത്തെ വലിച്ചിഴച്ച്
പോലീസ് ജീപ്പിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ രാവിലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കി മെഡിക്കൽ പരിശോധനയ്ക്ക് ഇതിനെല്ലാം വലിയ രഹസ്യാത്മകത സൂക്ഷിക്കുന്നു. അപ്പൊ ഈ രീതിയിലേക്ക് ഇപ്പൊ മാസ്ക് ഉപയോഗിച്ച് തല മറച്ചില്ല എന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ഭീകരവാദികളെ നേരിടുന്ന പോലെ കേരള പോലീസ് ഇത്ര ജാഗ്രതയോടെ ഒരു പൊതുപ്രവർത്തകനെ നേരിട്ടത് നമ്മൾ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ആ രീതിയിലേക്ക് സമരങ്ങളെ നേരിടാനാണ് പോലീസിന്റെയും അല്ലെ ഗവൺമെന്റിന്റെയും ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അതിന് ശക്തമായ മറുപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പം ഡിവൈഎഫ്ഐക്കാരെ ഇറക്കിക്കൊണ്ട് നവകേരള സദസ് എന്ന് പറയുന്ന ഗുണ്ട യാത്ര നടത്തി ആ യാത്രയിലുടനീളം സാധാരണക്കാരായ ചെറുപ്പക്കാരെ തല്ലിച്ചതച്ച് നമ്മൾ കണ്ടതാണ്. പോലീസ് ജീപ്പ് കയറ്റി ഇറക്കിക്കൊണ്ട് കാലൊടിഞ്ഞ് എത്ര പ്രവർത്തകരുണ്ട്. എന്റെ അടുത്ത് തന്നെ ഒരു പ്രവർത്തകന്റെ കാല് രണ്ടായി ഒടിഞ്ഞു, 2 പേരുടെ കാല് ഒടിഞ്ഞുപോയി. ഒരാളുടെ ഡിവൈഎഫ്ഐക്കാർ തല്ലി മുട്ടിന്റെ ചിരട്ട തകർത്ത് കളഞ്ഞു. മറ്റൊരാളുടെ കാലിലൂടെ പോലീസ് ജീപ്പ് കയറി ഇറങ്ങി. അയാളിനി ഒരു വർഷത്തേക്ക് അവർക്ക് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. ഇതാണ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള അവസ്ഥ. ഈ രീതിയിലുള്ള ഭീകരമായ ആക്രമണമാണ് ഈ നവകേരള സദസ്സിന്റെ പേരിൽ കേരളത്തിലെമ്പാടും അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ വച്ചു പൊറുപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തയ്യാറാകും, യൂത്ത് കോൺഗ്രസ് അംഗീകരിച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിഡ്ഢിതമല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി ഇറങ്ങി തിരിച്ചാൽ, അതിനെ ഈ രീതിയിൽ ഭീഷണി കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ അതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശക്തമായ പ്രതിരോധം അത് ഇന്ന് കണ്ടതാണ്, നാളെയും കാണാൻ തീർക്കുന്നത് നിയമം കയ്യിലെടുക്കുകയാണോ എന്നുള്ളതാണ്. അങ്ങേക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അന്നത്തെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. ആ തരത്തിൽ ആരാണ് അന്ന് പ്രകോപനം ഉണ്ടാക്കിയത് ആ മാർച്ചിൽ എന്നുള്ളത്, ആ കാര്യം അവിടെ നിൽക്കട്ടെ. അതേസമയത്ത് അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുവദിച്ചിരുന്നില്ല പോലീസ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ശ്രീ ബൽദേവ്, അതൊക്കെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെ, സമരങ്ങളെയൊക്കെ അംഗീകരിക്കുകയും ആ സമരങ്ങൾക്കൊപ്പം സമരങ്ങളിലൂടെ വളർന്നു വരികയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ CPM-ഉം ഇടതുമുന്നണിയും ഒക്കെ അങ്ങനെയാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടാകുന്നത്? ശ്രീ RV രാജേഷ് പറഞ്ഞ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ്സുകാരെയോ ചെന്ന് വിളിച്ചിറക്കി അടിക്കുകയായിരുന്നു. അവിടെ ആ നവകേരള സദസ്സുമായി പോയ വാഹനങ്ങളുടെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായിട്ട് ചെന്നപ്പോൾ സ്വാഭാവികമായ സംഘടനമുണ്ടായി. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ആരും ഈ ചെടിച്ചട്ടിയും കത്താളും വാളുമായിട്ടൊന്നും ഒരു കോൺഗ്രസ്സുകാരുടെയും വീട്ടിൽ കയറിയോ സമീപത്തുള്ള കോൺഗ്രസ്സുകാരെ ഉപദ്രവിക്കുകയോ ചെയ്തില്ല. ആര് അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നു, ആര് ബസ് തടയാൻ ചെന്നു, സ്വാഭാവികമായ സംഘടന ഉണ്ടായി. യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും സംഘടന ഉണ്ടായി. പോലീസുകാരിൽ ലാത്തിച്ചാർജ് നടത്തിയിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ കാരണവശാലും അക്രമാസക്തമായ സമരങ്ങളെ പോലീസ് നോക്കി നിൽക്കില്ല. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, കേരളത്തിലെ ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഓരോ പോലീസ് സ്റ്റേഷനിലെയും സംഭവങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണമെന്ന് തന്നെയാണ് നിയമകാര്യം. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഇവിടെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല എന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അറിഞ്ഞിരിക്കണം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പക്ഷേ DGP പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനകത്തൊന്നും തർക്കിക്കുന്നില്ല. കാരണം അറിഞ്ഞിരിക്കണമെന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും 4-5 കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും ഒന്നൊരു കരിക്കോടി കാണിക്കുകയോ ഒരു ബസ് തല്ലി തകർക്കുകയോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന വനിതാ പോലീസുകാരെ ഉൾപ്പെടെയുള്ളവരെ പട്ടികയിൽ കൊണ്ട് നമ്മുടെ വടക്കൊരു അരുണാചൽ പ്രദേശിൽ ചില പട്ടാളക്കാരെ പട്ടികയിൽ ഇരുമ്പ് തെറിച്ച് പട്ടികയിലോട്ട് അടിച്ചതുപോലെ ഇവിടെ വന്ന് പട്ടികയിലോട്ടൊക്കെ അടിച്ചാൽ പോലീസ് നോക്കി നിൽക്കില്ല. പോലീസിന്റെ ലാത്തി കൊടുത്തിരിക്കുന്ന അവരെ ഉപദ്രവിക്കുമ്പോൾ അവരായിരിക്കും. അവിടെ വാട്ടർ കിനോൺ പ്രയോഗിച്ചു, അതിനുശേഷം ടിയർ ഗ്യാസിൽ പ്രയോഗിച്ചു. ഇതൊക്കെ കഴിച്ചിട്ട് പിരിച്ചു പോകാനാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. അപ്പൊ പോലീസിന് നോക്കി നിൽക്കാൻ പറ്റുമോ? അവര് മനുഷ്യരല്ല, അവരെ ഉപദ്രവിച്ചാൽ അവർ തിരിച്ചടിക്കും. തിരുവനന്തപുരത്ത് സംഭവിച്ചതാണ്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ബൽദേവ്, ഒപ്പം തന്നെ RV രാജേഷ്. നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ അറസ്റ്റുകളും നടപടികളും ഉണ്ടാകുമെന്നൊരു സന്ദേശം കേരള പോലീസ് നൽകുന്നുണ്ട്. നന്ദി